Dear students, welcome to a new class on similar triangles. We have been discussing the properties of two similar triangles. We have found in the last classes when two triangles are there such that their angles are equal, then their sides are scaled to be the same factor. അത് നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ if sides of two triangles are scaled by the same factor, we have found their angles will be equal. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് സപ്പോസ് ചെയ്തോളൂ. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് ഇങ്ങോട്ടേക്ക് ഒരു ഡബിൾ ആയിട്ടാണ് മാറിയത് എങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണ്, ഈ സൈഡ് ഇങ്ങോട്ടേക്ക് ഡബിളായി മാറി. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് സൈഡ്സ് ഒക്കെ ഡബിൾ ആയിട്ട് മാറും. ഈ സൈഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 ടൈംസ് ആയിട്ടാണ് മാറിയത് എങ്കിൽ മറ്റ് സൈഡ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് 3 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഇത് ഇങ്ങോട്ടേക്ക് ഇതൊരു എയും ഇതൊരു കെ ടൈംസ് ഓഫ് എയും ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, മറ്റുള്ള സൈഡ്സിൻ്റെ ഒക്കെ കെ ടൈംസ് ആയിരിക്കും ഇത്. ഇഫ് ദിസ് വൺ ഇസ് ബി, ദിസ് വിൽ ബി കെ ബി. ഇഫ് ദിസ് വൺ ഇസ് സി, ദിസ് വിൽ ബി കെ സി. ദറ്റ് വി ഹാവ് ലേൺഡ്, വി ഹാവ് ഫൗണ്ട്, വി ഹാവ് ഡിറൈവ്ഡ് ഇൻ ദി ഫസ്റ്റ് ക്ലാസ്. തിരിച്ച് രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ദറ്റ് മീൻ ദെയർ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. ഇങ്ങനെ ഒരു റിലേഷൻ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വി ഹാവ് ഫൗണ്ട് their angles are equal. തിരിച്ചിങ്ങോട്ടും പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതായത് ഈ രണ്ട് സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സാണ്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആകണം. ഈ രണ്ട് സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സാണ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആകണം. ഈ രണ്ട് സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സാണ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആകണം. ഓക്കെ, അതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇടയ്ക്ക് ആംഗിൾസ് ഈക്വൽ ആകുന്ന രീതിയിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദെയർ സൈഡ്സ് വിൽ ബി സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. തിരിച്ച് രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇടയിൽ സൈഡ്സ് സെയിം സ്കെയിൽ ഫാക്ടറിൽ മാറുന്ന രീതിയിലൊരു ബന്ധം ഉണ്ടെങ്കിൽ ദെൻ ദെയർ ആംഗിൾസ് വിൽ ബി ഈക്വൽ. അങ്ങനെയുള്ള രണ്ട് ട്രയാങ്കിൾസിനെ നമ്മൾ സിമിലർ എന്നാണ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. വി നോ നൗ സിമിലർ ട്രയാങ്കിൾസ്. When we look at two triangles, they will give same look. ഒരേ രീതിയായിരിക്കും കണ്ട, ഒരു ചിത്രമായിരിക്കും. ഒന്നിനെ ചെറുതാക്കിയതാണ്, മറ്റത് അല്ലെങ്കിൽ വലുതാക്കി വെച്ചതാണ്. ഓക്കെ, സിമിലർ എന്നുള്ള വേർഡ് മീനിങ് പോലെ തന്നെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും, ബട്ട് ദി സൈസസ് വിൽ ബി ഡിഫറെൻറ്റ്. ഇന്ന് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആകാനുള്ള മൂന്നാമതൊരു കണ്ടീഷനും കൂടി ചർച്ച ചെയ്യുകയാണ്. Okay, now here it is the third condition for the similarity of two triangles. രണ്ടെണ്ണപ്പം നമുക്ക് മനസ്സിലായി. ഒന്ന് ആംഗിൾസ് ഈക്വൽ ആകുക, അല്ലെങ്കിൽ സൈഡ്സ് സെയിം സ്കെയിൽ ഫാക്ടറിൽ മാറുക. ഇതിൽ ഏതുണ്ടെങ്കിലും സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിക്കുക. See, here I have drawn two triangles. Now here I tell you a particular condition is there between these two triangles such that their two sides are scaled by same factor. That means if we suppose this side changes to double here, when we consider these two triangles, let this side be double of this one, like that this side be double of this one, and these two angles are equal. We don't tell about the third side anything. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ സൈഡിൻ്റെ ഡബിളായിട്ട് ഇതും ഇതിൻ്റെ ഡബിളായിട്ട് ഇതും ഉണ്ടെന്ന് സപ്പോസ് ചെയ്യാം. ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് സപ്പോസ് ചെയ്തു. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ്. ഇങ്ങനെ വരച്ച് വെക്കാലോ രണ്ട് ട്രയാങ്കിൾസ്. ഡബിൾ തന്നെ ആവണമെന്നില്ല, ഇതിൻ്റെ 3 ടൈംസ് ആയിട്ട് ഇതും ഇതിൻ്റെ 3 ടൈംസ് ആയിട്ട് ഇതിനും വരാം. ഇതിൻ്റെ 4 ടൈംസ് ആകാം, ഇതിൻ്റെ 4 ടൈംസ് ഇതിന് കൊടുക്കാം. എങ്ങനെയാലും പ്രശ്നമില്ല. ഇതിൻ്റെ 1.5 ടൈംസ് ആകാം ഇത്, ഇതിൻ്റെ 1.5 ടൈംസ് ആകാം ഇത്. എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇഫ് ദിസ് വൺ ഈസ് എ, ഇഫ് at that time this side let it be KA. If this one is B, let this side be KB.
അപ്പോൾ നമുക്ക് പറയാലോ, ടു സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ, ദീസ് ടു ട്രയാങ്കിൾസ് ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ എന്ന് പറയാം. മാത്രമല്ല ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നും സപ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ലെറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ഗെറ്റ് ദെയർ ടു സൈഡ്സ് സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ആർ ഈക്വൽ. ഇങ്ങനെ ഒരു കണക്ഷൻ ഇവയ്ക്കിടയിലുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഐ ക്യാൻ പ്ലേസ് ദിസ് ട്രയാങ്കിൾ ഓവർ ദി അതർ. ഇങ്ങനെ കൊണ്ടുപോയി വെക്കാം. ഞാനിങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ കൃത്യമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് സെറ്റ് ദെയർ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ശ്രദ്ധിക്കുക, അവയുടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരുന്നു. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഈ സൈഡ് ഇതുമായി ചേർന്ന് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഈ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് മറ്റേ സൈഡ് ഇതിലൂടെ പോയിക്കോളും, ഇതേ ലൈനിൽ തന്നെ പോയിക്കോളും. ഓക്കെ, ദറ്റ് ഫിഗർ ഐ ഹാവ് ഷോൺ ലൈക്ക് ദിസ്. അതിനെ ഞാൻ ഇങ്ങനെ കാണിച്ചു വെച്ചു. ഇതിവിടെ കൊണ്ടുപോയി വെച്ച ചിത്രമാണെന്ന് സപ്പോസ് ചെയ്യാം. ലെറ്റ് ദിസ് ട്രയാങ്കിൾ ബി. ആദ്യത്തെ ട്രയാങ്കിളിൽ ഞാനൊരു എ ബി സിന് പേര് കൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി എ large triangle, let it be ABC, and this small triangle, let it be PQR. അതിനെ ഇവിടെ കൊണ്ടുപോയി വെച്ച ചിത്രമായതുകൊണ്ട് ഇവിടെ എ ഉണ്ടാകും, അവിടെ തന്നെ പി ഉണ്ടാകും. ഓക്കെ, ഇനി ഇവിടെ QR, Q ഇവിടെ ഉണ്ടാകും, R ഇവിടെ ഉണ്ടാകും. QR will be there, then here there will be B and C. ഇങ്ങനെ കാണാം നമുക്ക്, ബിയും സിയും ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് ദിസ് സൈഡ് ബി എ. സൈഡ്സ്, ടു സൈഡ്സ് സെയിം സ്കെയിൽ ഫാക്ടറിൽ മാറി എന്ന് പറഞ്ഞല്ലോ. ഇഫ് ദിസ് വൺ ഈസ് എ, ലെറ്റ് ദിസ് ബി കെ എ. നമ്മൾ ഓർഡിനറി കേസിൽ ഒരു നമ്പർ ഓഫ് ടൈംസ് ആയി വന്നു എന്ന് സപ്പോസ് ചെയ്തോളൂ. ഇഫ് ദിസ് വൺ ഈസ് ബി, പി ആർ എന്ന് പറയുന്ന സൈഡ് ബി ആണെങ്കിൽ, പി ആർ എന്ന സൈഡിന് ബി എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ എ സി എന്ന് പറയുന്ന സൈഡ് കെ ബി ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് സപ്പോസ് ചെയ്യാം. മാത്രമല്ല ആംഗിൾ പി, ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദിസ് വൺ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് ഇപ്പം എന്താ, ഇത്ര ലെങ്ത് എ ക്യു എന്ന് പറയുന്ന ലെങ്ത് എ ആണ്. ഈ ലെങ്ത് ഇവിടെ എ ആയിട്ടുണ്ടാകും. സി, വാട്ട് അബൌട്ട് ദിസ് മച്ച് ബി ക്യു? This much length AB is KA, and so this much length AB will be KA. Now if we see this BQ alone, BQ നെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, what about BQ? See, BQ നെ മാത്രം സൂചിപ്പിക്കുക നമ്മൾ. BQ alone will be what? അത് മാത്രം എന്തായിരിക്കും? BQ മാത്രം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, from KA we need to subtract A. ഇത്ര ലെങ്ത് ഒന്ന് ഇത് സബ്ട്രാക്ട് ചെയ്തതാണ്. ഇത്ര ലെങ്ത് കെ എ ആണ്, അതിന് എ സബ്ട്രാക്ട് ചെയ്തതാണ് ഇത് എന്നർത്ഥം. ലൈക്ക് ദാറ്റ് ദിസ് മച്ച് ലെങ്ത് ഈസ് ബി മീൻ ദിസ് ലെങ്ത്, ലെറ്റ് us denote it by ബി. ആൻഡ് സോ വാട്ട് വിൽ ബി ദിസ് മച്ച് ലെങ്ത്? ഈ ലെങ്ത് എന്തായിരിക്കും? അപ്പോൾ ദിസ് ടോട്ടൽ ലെങ്ത് ഈസ് കെ ബി ആൻഡ് ദിസ് വൺ ഈസ് ബി, ആൻഡ് സോ യു ക്യാൻ ടെൽ ദിസ് വൺ. ഇതെന്താന്ന് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും. അപ്പം ദിസ് വിൽ ബി ഫ്രം ഫുൾ ലെങ്ത് കെ ബി വി നീഡ് ടു സബ്ട്രാക്ട് ബി, therefore it will be KB minus B will be that one. KB minus B will be that. അപ്പോൾ ഇത്രയും ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഫ്രം ഫിഗർ നമുക്ക് എന്തൊക്കെ പറയാം? എ ക്യു ഈസ് ടു ക്യൂ ബി എന്താ നോക്കാം. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ് എന്ന് കാണാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ളൂ. ഇനി ഇതും ഈക്വൽ ആണെന്നും ഇതും ഈക്വൽ ആണെന്നും കൂടി കിട്ടിയാലോ? ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, ദെൻ ദെയർ സൈഡ്സ് ആർ ഓൾ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. മീൻ ഈ രണ്ട് സൈഡ്സ് എ കെ എയും ബി കെ ബി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഈ സൈഡ് ഇങ്ങോട്ടേക്ക് മാറുന്നത് കെ ടൈംസ് ഓഫ് ദിസ് വൺ ആയിരിക്കും. ഇതൊരു സി ആണെങ്കിൽ ദിസ് വിൽ ബി കെ സി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി, ട്രയാംഗിൾസ് സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ എ ക്യു ഈസ് ടു ക്യൂ ബി വിൽ ബി ഈക്വൽ ടു, ഓർ എ ക്യൂ ബൈ ക്യൂ ബി, ഏത് കണ്ടാലും മതി. എ ക്യൂ ഈസ് ടു ക്യൂ ബിയോ എന്ത് എങ്കിലും ആവട്ടെ. എ ക്യൂ ഈസ് ടു ക്യൂ ബി എന്ന് പറയുന്നത് ഫ്രം ദി ഫിഗർ ഇറ്റ് ഈസ് എ ഈസ് ടു ദിസ് മച്ച് ലെങ്ത് ഈസ് കെ എ മൈനസ് എ ഈസ് ടു കെ എ മൈനസ് എ. അത് നമുക്കൊന്ന് റിഡ്യൂസ് ചെയ്യാലോ. എ ഈസ് ടു കെ എ മൈനസ് എ ക്യാൻ ബി റിട്ടൺ ആസ്
ഈ എക്സ്പ്രഷനിൽ ഇവിടെ ഇവിടെ എ കോമൺ ആയിട്ടുണ്ട്. ദാറ്റ് എ ക്യാൻ ബി ടേക്കൺ ഔട്ട്, ദെയർഫോർ ഇറ്റ് വിൽ ബി കെ മൈനസ് 1. ദെയർഫോർ ദിസ് എ ആൻഡ് ദിസ് എ ക്യാൻ ബി ക്യാൻസൽഡ്. ഈ രണ്ട് എകളെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ എനെ ക്യാൻസൽ ചെയ്യുമ്പോഴും അവിടെ എ ഇൻറ്റു 1 എന്നുള്ളൊരു 1 അവിടെ ഉണ്ടാവും. ദെയർഫോർ ദാറ്റ് വെൻ റെഡ്യൂസ് ഇറ്റ് വിൽ ബി 1:k മൈനസ് 1 എന്നുള്ളതിലേക്ക് ചുരുങ്ങും. ഓക്കെ, നൗ ദിസ് 1:1 ഈസ് 1:k മൈനസ് 1. നമ്മൾ ജനറലായിട്ട് പറഞ്ഞതുകൊണ്ടാണ്, കെ ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ. ഇതൊരു എയും ഇതൊരു 2a ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വേറെ, ഈ കെക്ക് പകരം ഒരു നമ്പർ അവിടെ വരും. ഓക്കെ, k minus 1 it is, k minus 1. Now what about AR is to RC? From this figure we can tell AR is to RC also. AR is to RC, let us tell that's equal to B is to RC will be KB minus B. That's equal to is to another, is to, this one is to AR is to RC is equal to B is to KB minus B. That's equal to, അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? B is to KB minus B. B is common there. When B taken out, it will be K minus 1. On cancellation of B is throughout. ഇവിടെ A ക്യാൻസൽ ചെയ്തപോലെ ഇവിടെ B ആണ് ക്യാൻസൽ ചെയ്യേണ്ടത്. ക്യാൻസൽ ചെയ്താലും ഫസ്റ്റ് ടേമിൽ 1 അവിടെ ബാക്കി ഉണ്ടാവും. 1:k minus 1. 1:k minus 1. എന്താ നമ്മൾ കാണുന്നത്? നമ്മൾ കാണുന്നത് AQ is to QB is equal to AR is to RC എന്നാണ്. ഈ റേഷ്യോ 1:k minus 1 ആണ്. ഈ റേഷ്യോ 1:k minus 1 ആണ്. അതുകൊണ്ട് AQ is to QB equal to AR is to RC എന്ന് കാണുന്നു. AQ is to QB is equal to AR is to RC എന്ന് കാണുന്നത് കൊണ്ട് ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈന് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈൻ. ദി ലൈൻ ജോയിനിങ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ സച്ച് ദാറ്റ് ദിസ് പോയിന്റ്സ് ഡിവൈഡ് ഈച്ച് സൈഡ് ഇൻ ദി സെയിം റേഷ്യോ, ദെൻ that line, that is this one, will be parallel to third side. Therefore we can tell from this one QR is drawn. QR parallel ആയിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലായി ഇവിടെ, അല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചോളണം? ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ Q എന്നത് ഈ ആംഗിൾ, ഇത് രണ്ട് പാരലൽ ആണെങ്കിൽ these two are corresponding angles, then they should be equal. That means this angle, that one is one angle of the smaller triangle, will be equal to this one, mean that is the corresponding angle of the large triangle എന്ന് വരികയാണ്. Therefore angle Q is equal to angle B എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാൻ തന്നെ പോകണ്ട, ബിക്കോസ് ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ഇപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെന്ന് വന്നുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് തേർഡ് ആംഗിൾസ് വിൽ ബി ഈക്വൽ. അതല്ലാതെ ഇവിടുന്ന് പറയാം. അപ്പോൾ എന്താ പറയുന്നത്? ഓൾ ദീസ് ടു ട്രയാങ്കിൾസ് ഗെറ്റ് ദെയർ ആംഗിൾസ് ഈക്വൽ. ഇത്രയും കണ്ടീഷൻ ആകുമ്പോഴേക്ക്, ദാറ്റ് മീൻ ദെയർ സൈഡ്സ് സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ ആൻഡ് ദി ഇൻക്ലൂഡഡ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ വരുമ്പോഴേക്ക് തന്നെ എല്ലാ ആംഗിൾസും ഈക്വൽ ആകും എന്ന് പറയുമ്പോൾ all the sides will be scaled by the same factor സംഭവിച്ചോളണം. അപ്പം അതുകൊണ്ട് ദി ട്രയാങ്കിൾസ് ആർ സിമിലർ. അപ്പം ഇത്രയും സംഗതികൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ that two triangles will be similar, and so we have got one more condition to tell the similarity of two triangles. Okay, what are the conditions? If there exist two triangles such that their two sides are scaled by the same factor and the included angles are equal, then also the triangles are similar. Now let us write all the three conditions to tell two triangles similar. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള 3 കണ്ടീഷൻസും നമുക്ക് ഒന്നിച്ചൊന്ന് എഴുതി നോക്കാം. ശ്രദ്ധിക്കാം. Read the conditions. These are the conditions to tell two triangles similar. First one, if their angles are equal. നമ്മൾ ആദ്യം പഠിച്ച കണ്ടീഷൻ അതാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസും വേറൊരു ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ their sides will be scaled by same factor. ഓക്കെ, രണ്ടും ഒരേ ലുക്കായിരിക്കും കണ്ടാലപ്പോൾ. their sides are scaled by same factor. എന്നാൽ ആംഗിൾസ് ഈക്വൽ ആണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അവയുടെ സൈഡ്സ് എല്ലാം ഒരേ സ്കെയിൽ ഫാക്ടറിൽ മാറിയതാണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇടയിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിലും അത് സിമിലർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും എന്നർത്ഥം. കണ്ടാൽ ഒരുപോലെ ഇരിക്കും. their angles are equal.
ഇപ്പം നമ്മൾ ചെയ്തത് there two sides scaled by same factor. രണ്ട് സൈഡ്സ് ഒരേ റേറ്റിൽ മാറിയിട്ടുണ്ട് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും മതി, ബാക്കിയുള്ളതൊക്കെ കൂടെ ഉണ്ടാകും എന്നർത്ഥം. ഓൾ ആംഗിൾസ് വിൽ ബി ഈക്വൽ, ഓൾ സൈഡ്സ് വിൽ ബി സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ എന്നാണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയത്. ആൻഡ് സോ ഇഫ് ദർ എക്സിസ്റ്റ് എമംഗ് ദീസ് ത്രീ കണ്ടീഷൻസ് എനി കണ്ടീഷൻ വിത്ത് ടു ട്രയാങ്കിൾസ്, definitely that two triangles are similar. We will tell the triangles are similar. രണ്ട് triangles similar ആണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, I think that you have understood. You can write this one in your notebook. Now let us have some problems solved applying all these results. Here, suppose you are given a triangle like this. You need to draw another triangle such that its sides should be scaled by particular times of this one. That times can be its double or it's 3 times like that. That means you need to draw another triangle such that its all sides should be 3 times of this one. If we make such a triangle, definitely their angles will be equal. And so how can we draw a triangle such that its sides should be scaled by particular times of this one? For an example, here I am going to make a triangle such that its sides should be 1.5 times of this one or 2 times. Okay, ഞാൻ 1.5 എന്ന് എടുക്കാൻ വിചാരിച്ചോളൂ. That means we need to make another, or we need to draw another triangle such that its sides should be 1.5 times of this one. For that, let us mark a point somewhere there inside the triangle. Let it can be any point inside the triangle. എവിടെയെങ്കിലും ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. From that point we have to join lines to these two vertices. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും രണ്ട് ലൈൻസ് വരച്ചു വെക്കുക. ഓക്കെ, നമുക്ക് 1.5 ടൈംസ് ഉള്ള ട്രയാങ്കിൾ ആണ് ഇനി ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസിന്റെ ഹാഫും കൂടി പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. Okay, the next triangle, here we are going to make another triangle such that its sides should be 1.5 times of the initial triangle. At that time, how much length is there here? Its half length is extended out. നമുക്ക് 2 ടൈംസ് സൈഡിലുള്ള ട്രയാങ്കിൾ ആണ് വരക്കേണ്ടതെന്നുണ്ടെങ്കിലോ ഈ ലെങ്ത്തിന്റെ അത്രയും തന്നെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് ആദ്യം വരച്ച ട്രയാങ്കിളിന്റെ ഡബിൾ ആയിക്കോളും. നമുക്കിവിടെ 1.5 ആണ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ലെങ്ത്തിന്റെ ഹാഫാണ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. എന്ന പോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തിന്റെ ഹാഫ് ഈ ലെങ്ത്തിന്റെ ഹാഫ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. Now we get 2 points. One is there here and here. Join that 2 points. Now see the figure. ഇനിയിപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. രണ്ട് ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം this one is to this much length. 2 triangles are there. One is this smaller and the other is there here. Now their 2 sides are scaled by same factor. ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ സൈഡ് വലിയ ട്രയാങ്കിളിന്റെ സൈഡായിട്ട് മാറിയത് എങ്ങനെയാണ്? 1.5 ടൈംസ് ആയിട്ടാണ്. അത് റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ 1:1.5. 1:1.5 എന്നോ അല്ലെങ്കിൽ 2:3 എന്നൊക്കെയാണ് ഉണ്ടാവുക. ഇതും തമ്മിലുള്ള റേഷ്യോ എന്താ? ഇത് 1 ആണെങ്കിൽ ഇത് 1.5 ആണ്. വേറെ ഇത് പറഞ്ഞാൽ 2:3 ആണ്. ദാറ്റ് മീൻ ദീസ് 2 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾസ് ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആൻഡ് ദെയർ ഇൻക്ലൂഡഡ് ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. മീൻ these 2 sides also must be scaled by the same factor. Mean when we consider this side of the initial triangle, this one should be 1.5 times of this one. അപ്പോൾ ഈ വരച്ച ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ വരച്ച ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും ഇപ്പോൾ ഈ അടിയിലുള്ള ഈ സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ട്രയാങ്കിളിൻ്റെ വൺ സൈഡിൻ്റെ 1.5 ടൈംസ് ഉള്ള ഒരു ട്രയാങ്കിൾ കൂടെ കിട്ടി, ഒരു സൈഡ് കൂടെ കിട്ടി. Now do this one for this vertex also. That means we have to join from this point to the last vertex, and so extend as we have done in the other cases. That means what much this total length is there, its half should be extended out. To that point we have to join from these 2 points. ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഇതാ 1:1.5.
അല്ലെങ്കിൽ 2:3. അതേ റേഷ്യോ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും, ഈ വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും സിമിലർ ആവും. അപ്പോൾ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ 1ഉം 1.5 ആയതുകൊണ്ട് ഈ സൈഡും തമ്മിൽ 1:1.5 ആയിരിക്കും. എന്ന പോലെ ഈ സൈഡും 1:1.5 ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈംസ് ഉള്ള ഒരു ട്രയാങ്കിൾ എങ്ങനെ വരക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വർക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചെയ്യാം. നിങ്ങൾ 1.5 ആക്കണമെന്നല്ലേ, നിങ്ങൾക്ക് 2 ടൈംസ് ആക്കാം അല്ലേ. ദാറ്റ് മീൻ യു ആർ ആസ്ക്ഡ് ടു ഡ്രോ എ ട്രയാങ്കിൾ ഫസ്റ്റ്, ദെൻ ഡ്രോ അനദർ ട്രയാങ്കിൾ ഹാവിംഗ് ദി സൈഡ്സ് സ്കെയിൽഡ് ബൈ 2 ടൈംസ് ഓഫ് ദി ഫസ്റ്റ്. If such a question is there, you can draw it as I have explained. Okay, and so do such a work in your notebook. In what way that I have been telling you how it is should be constructed, in that way you have to do in your notebook. For that, draw first, write such a question and such a figure there in your notebook. We have to do some more problems from this chapter. ഇന്ന് നമുക്ക് ഇനി ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. We will discuss the remaining in the next class. Anyway, let us conclude now. Thank you all.